മുതലപ്പൊഴിയിൽ അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ നേവിയുടെ സഹായം തേടി. ഉയർന്ന തിരമാലയും കടലാക്രമണവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ടൊരു കോസ്റ്റ് ഗാർഡ് സനിസ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. സനിസ, ഈ ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ തെരച്ചിൽ നടത്താൻ ഉയർന്ന തിരമാലയും കടലാക്രമണവും കാരണം അത് രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? മുന്നിൽ ഇപ്പോൾ ഈ കാണാതായവരുടെ ബന്ധുക്കളും നാട്ടുകാരും വലിയ തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് മറൈൻ കപ്പൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേവിയുടെ സഹായം തേടിയതായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിട്ടുണ്ട്. 2 പേരെ ഇന്നലെ 3 മണിയോടെയാണ് കാണാതായത്. ഇത്തരത്തിൽ കടലാക്രമണവും ഉയർന്ന തിരമാലയുമുള്ള സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. കോസ്റ്റൽ പോലീസും ഈ നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ പോലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കടലിൽ പോയില്ലെങ്കിൽ അവരുടെ ജീവിതം വഴിമുട്ടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഇത്തരം സാഹചര്യത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എന്നും മത്സ്യത്തൊഴിലാളികൾ എന്നും ഒരു ദുരന്തമുഖത്താണ്. അത്തരത്തിൽ ഇവർ കല്ലിലിടിച്ചാണ്, ഉയർന്ന തിരമാലയെ തുടർന്ന് വള്ളം കല്ലിലിടിച്ചാണ് മറിഞ്ഞത്. അവരെ ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നാണ് കുടുംബം അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം കനക്കുന്നത്. എന്തുകൊണ്ട് ഇവരെ രക്ഷിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ കോസ്റ്റൽ പോലീസ് അടക്കം പറയുന്നത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഉള്ള സാഹചര്യത്തിൽ വള്ളങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വള്ളങ്ങൾ ഇറക്കിയാൽ തന്നെ കരയ്ക്ക് കയറ്റാൻ കഴിയുന്നില്ല എന്നാണ്. എന്നാൽ കുടുംബം ആരോപിക്കുന്നു എന്തുകൊണ്ട് കപ്പൽ വിളിച്ചില്ല, വിഴിഞ്ഞത്ത് കപ്പൽ വിളിച്ചില്ല, എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നതിലാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. സ്വാതി. ശരി സനിസ.